Come on, quick. എന്തിനാ മീന ഇങ്ങനെ കരയുന്നേ? എല്ലാം നശിച്ചു. ഈശ്വര ധ്യാനങ്ങളും മന്ത്രങ്ങളും മാത്രം മുഴങ്ങിയിരുന്നു ഈ വീടിനെയാണല്ലോ ദൈവം ഇങ്ങനെ ശപിച്ചത്. എന്റെ ചേച്ചി പോയി. ഇപ്പോ ആ ദുഷ്ടൻ എന്നെയും. അവൻ വീണ്ടും വന്നോ? മീന, നീ പറഞ്ഞതെല്ലാം ശരിയാണ്. അയാൾ പ്രൊഫസർ വില്യം ഡിസൂസ അല്ല, ഡ്രാക്കുളയാണ്. എന്തോ കുഴപ്പമുണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. രാജു ഒന്നും വിശ്വസിച്ചില്ല. ഇപ്പൊ എല്ലാം കൈവിട്ടു പോയിരിക്കുന്നു. ഇനി അയാള് വരും. അയാള് വന്ന് പറയുന്നതൊന്നും അനുസരിക്കാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. മനസ്സിൽ രാജുവിന്റെ മീനയാണെന്ന് ഓർമ്മയുണ്ടെങ്കിലും ആ കണ്ണുകളിൽ നോക്കുമ്പോ അയാൾക്ക് വഴങ്ങാൻ എന്തോ എന്നെ ഉള്ളിൽ പ്രേരിപ്പിക്കുന്നു. എനിക്ക് എതിർക്കാൻ പറ്റുന്നില്ല. എന്നെ എവിടേക്കെങ്കിലും കൊണ്ടുപോ രാജു. ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തും. പേടിക്കണ്ട, ഇനി അവന്റെ ശല്യം ഉണ്ടാകില്ല. ഞങ്ങൾ അവൻ ഇല്ലാതാക്കിയിട്ട് അടങ്ങൂ. പൂജാമുറിയിലെ സുദർശന ചക്രം നിന്റെ മുറി വെക്കാൻ അമ്മാവൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവൻ ഈ മുറി വരില്ല. ഞാൻ പോയത് എടുത്തിട്ട് വരാം. രാജു, ഒരു നിമിഷം പോലും എന്നെ തനിച്ചാക്കി പോരുത്. അയാൾ ഇനിയും വരും. എനിക്ക് പേടിയാവുന്നു. വന്നു കഴിഞ്ഞ പിന്നെ ഞാൻ എന്റെ രാജുവിനെ മറക്കും. അതിലും ഭേദം ഞാൻ മരിക്കുന്നതാ. കരയാതെ മീന, ഇനി ഒരിക്കലും നിന്നെ മുറി കയറാൻ ആൾക്ക് പറ്റില്ല. അതിനുള്ള പ്രതിവിധിയല്ലേ അമ്മാവൻ പറഞ്ഞത്. കരുതിയല്ലേ? ഇല്ല, എന്റെ രാജാവ് വരുമെന്ന് എനിക്കറിയാം. I will manage these devils. രാജു, രാജു, നീ ഇത് വേറെ കുട്ടിയുടെ റൂമിൽ കൊണ്ടുപോയി വെക്ക്. ഗോ. ഇത് കുടിച്ച് നീ എന്റെ രക്തവും മാംസവുമായി മാറും. മരണമില്ലാത്തൊരു ലോകത്തിലേക്ക് നമുക്ക് ഉയർന്നു പറക്കാം. വേണ്ട.
അവരൊക്കെ കൊണ്ട് ഇവിടെ വന്നു. കടന്ന് പോ പുറത്ത്. മീന, എനിക്ക് എന്ത് പറ്റി? ആരാണ് നീ? എന്റെ രാജാവ് ഇവിടുന്ന് പോകാൻ കാരണം നീയാണ്. നിന്നെ ഞാൻ കൊല്ലും. ഏയ്, മീന, നീ എന്തായി കാണിക്കുന്നത്? വേണ്ട മീന. ഡോക്ടർ! മീന, നിർത്താനാ പറഞ്ഞത്. ഇനി അവന് വെറുതെ വിടാൻ പറ്റില്ല. മീന, മീന, മീന! ഇനി നമ്മൾ എന്ത് ചെയ്യും ഡോക്ടർ? എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ മീന തിരുമേനി, എന്താ ഇത്? എനിക്ക് പോണം. മുന്നിൽ നിന്ന് മാറ്. എനിക്ക് അദ്ദേഹത്തിന്റെ ഒപ്പം പോയാ മതി. പോണം. മോളെ, മാറ്. മോളെ, മാറാനല്ലേ പറഞ്ഞത്? നീ എന്നെ ചതിച്ചല്ലോ ഭഗവതി. മോളെ, പോണം. മോളെ. പോണം. മാറ്. എന്റെ പൊന്നു മോളെ. ഈ പെൺകുട്ടിയുടെ മനസ്സും ശരീരവും അവന്റെ അധീനതയിലായി കഴിഞ്ഞു. മണിക്കൂറുകൾക്കകം നമ്മുടെ മീനയും ഒരു വാമ്പയറായി മാറും. അല്ലെങ്കിൽ അതിനു മുമ്പ് ഡ്രാക്കുളയെ നമുക്ക് നശിപ്പിക്കാൻ കഴിയണം. അവനെ നശിപ്പിച്ചാൽ എനിക്ക് എന്റെ മീനെ തിരിച്ചു കിട്ടുമോ ഡോക്ടർ? കിട്ടും. പക്ഷെ അതിന് അവൻ അങ്ങോട്ടാണ് രക്ഷപ്പെട്ടതെന്ന് പറയാൻ ഡോക്ടർക്ക് കഴിയുമോ? എനിക്കറിയില്ല. പക്ഷേ ഡ്രാക്കുളയ്ക്ക് പ്രിയങ്കരിയായി മാറിക്കഴിഞ്ഞ ഇവളെ ഹിപ്നോട്ടൈസ് ചെയ്താൽ അവൻ പോയ റൂട്ട് ഏതാണെന്ന് അറിയാൻ കഴിയും. അതിന് ഞാൻ ശ്രമിക്കാം. രാജു, എന്റെ ജീവൻ പോലും പണയപ്പെടുത്തി എന്റെ മീനെ രക്ഷിക്കുമെന്ന് നീ എനിക്ക് വാക്ക് തരുവോ? എന്നാൽ ആവുന്നത് എന്തും ഞാൻ ചെയ്യും എന്റെ മീനെ രക്ഷിക്കാൻ. ഒന്നുകിൽ മരണം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബം നശിപ്പിച്ച ആ ഭീകരാത്മാവിനെ ഉന്മൂലനം ചെയ്യൽ. എന്റെ മന്ത്രശക്തികളും തലമുറകളായി ഈ സൂര്യമൂർത്തി മനയ്ക്ക് ലഭിച്ച ദൈവിക തേജസ് ഇതാ ഞാൻ നിനക്ക് കൈമാറും. ഞാൻ എന്റെ പൂജാമുറിയിലുണ്ടാവും. പോയി വരൂ. മീന, you are sleeping. You are sleeping. Go to sleep. You are sleeping. മീന ഇപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മീന, ഞാൻ ചോദിക്കുന്നതിന് നീ ഉത്തരം പറയണം. നിന്റെ ജീവന്റെ ജീവനായ കൗണ്ട് ഡ്രാക്കുള ഇപ്പൊ എവിടെയാണുള്ളത്? അദ്ദേഹത്തെ നീ കാണുന്നുണ്ടോ? ടെൽ മീ. ഉണ്ട്. കേൾക്കുന്നില്ലേ ട്രെയിനിന്റെ ശബ്ദം? റെയിൽ പാളത്തിനടുത്തുള്ള റോഡിലൂടെ അദ്ദേഹം പോകുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. രാജു, നമുക്ക് വേഗം പോവാം. അതെ മീന, അതെ, നമ്മൾ അങ്ങോട്ട് പോകുന്നു. നിന്റെ ആ കൗണ്ട് ഡ്രാക്കുളയുടെ അടുത്തേക്ക്. രാജു, നീ വേഗം വണ്ടി എടുക്ക. We are going to find him. എവിടെ സൂര്യൻ തിരുമേനി? അമ്മാൻ പൂജാമുറിയിൽ കയറി വാളടച്ചു. ബെന്നി, സൂര്യൻ തിരുമേനോട് ഇവിടെ ഉണ്ടാവണം. ഓക്കെ, ലെറ്റ്സ് ഗോ, കം ഓൺ. എന്നെ വേഗം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. വണ്ടി വേഗം വിട് രാജു.
റെയിൽവേ ട്രാക്ക് കഴിഞ്ഞല്ലോ. എവിടെ നിന്റെ കൗണ്ട് ഡ്രാക്കുള? പുഴയോരത്തുള്ള പാലം കടന്ന് അദ്ദേഹം പോകുന്നുണ്ട്. ഞാനില്ലാതെ അദ്ദേഹം തിരിച്ചു പോവില്ല. എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ പോണം. നിങ്ങളാരും അതിനെ എതിർക്കരുത്. ഇല്ല രാജു, പുഴയോരത്തെ പാലത്തിലേക്ക് വേഗം വണ്ടി വിടും. അവനെ കണ്ടുകിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഡോക്ടർ? മഹാദുരന്തത്തിന് സാക്ഷിയാക്കേണ്ടി വരും. വാമ്പേറായി മാറുന്ന ഇവളെ നിഷ്കരണം നശിപ്പിക്കേണ്ടി വരും. ഇപ്പൊ മണി 3:40. എന്റെ കണക്കുകൂട്ടിൽ 2 മണിക്കൂറിനുള്ളിൽ അവനെ നശിപ്പിച്ചില്ലെങ്കിൽ ഇവളുടെ ബ്ലഡിലെ ഇൻഫെക്ഷൻ മാക്സിമം ആകും. ഡോക്ടർ, എന്നേക്കുമായി നമുക്ക് മീനെ നഷ്ടപ്പെടും. 5:30 സൂര്യോദയം. അത് കഴിഞ്ഞാൽ അവൻ ഓടി ഒളിച്ചേ പറ്റൂ. അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിൽ അവൻ ചാമ്പലാകും. രാജു, വേഗം വിട്ടോ. പറയൂ മീന, നിന്റെ പ്രഭു ഇപ്പോ എങ്ങോട്ടാ പോകുന്നത്? നമുക്ക് അങ്ങോട്ട് പോകണ്ടേ? പോണം. ബീച്ചിനടുത്ത് വിജനമായ കാട്ടിനുള്ളിൽ ദുരാത്മാക്കൾ കൂടിയിരിക്കുന്ന മനോഹരമായ ഒരു സ്ഥലമുണ്ട്. ആ ഉദ്യാനത്തിൽ അദ്ദേഹത്തിന്റെ പ്രേമലീലയിൽ ഞാൻ ഇന്ന് ലയിക്കും. ബീച്ചിനടുത്ത് കാട്ടിനുള്ളിലുണ്ടെന്ന് പറഞ്ഞ ഒരു ശ്മശാനം രാജുവിന് അറിയാമോ? പണ്ട് അനാഥശവങ്ങളെല്ലാം മറവ് ചെയ്തിരുന്നൊരു ശ്മശാനമുണ്ട്. അതെനിക്കറിയാം. അവിടെ കുറെ അജ്ഞാതമായ കല്ലറകളുമുണ്ട്. എന്റെ മാസ്റ്ററിന്റെ പെണ്ണിനെ കൊണ്ട് എവിടെ പോകുന്നു നിങ്ങൾ? ഇറക്കി വിടവളെ. ഓ ദ കിങ് ഓഫ് ഡാർക്ക്നെസ്, ഈ സുന്ദരി നിന്റെ മാംസത്തിലും രക്തത്തിലും അലിഞ്ഞു ചേരുന്നത് കാണാൻ ഞാൻ കാത്തിരിക്കുകയാണ്. നിന്റെ ഈ നിത്യ കാമുകിയെ മരണമില്ലാത്ത ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമോ? എന്നെ കൂടെ കൊണ്ടുപോകുമോ? എത്ര നാളായി നീ എനിക്ക് ഇങ്ങനെ വാക്ക് തന്നിട്ട്? ആരാണ് നിങ്ങൾ? എന്റെ മാസ്റ്ററുടെ സേവകൻ. അദ്ദേഹത്തിന്റെ രാജകുമാരി അദ്ദേഹത്തിന് വിട്ടു കൊടുത്തേക്കു. ആനന്ദ സാഗരത്തിൽ ആറാടി അവൾ ആ സുഖ സുഷുപ്തിയിൽ ലയിക്കട്ടെ. മാറി നിൽക്കണ ഭ്രാന്ത. രാജു, ചവിട്ടി കൂട്ടും. ഓടാ, ഇരുട്ടിനെ കീറുമുറിച്ചവൻ വരും പ്രണയത്തിന്റെ രക്തപുഷ്പവുമായി. യഥാർത്ഥ പ്രണയത്തിന് രക്തത്തിന്റെ മണമാണ്, അറിയാവോ? എന്നെ പോലുള്ള മണ്ടന്മാർക്ക് അതൊന്നും അറിയില്ല. ഇവൾ നിന്റെ പെണ്ണല്ലടാ, എന്റെ യജമാനന്റെ പെണ്ണ. ഇയാളെ എനിക്കറിയാം. ഇയാളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. വെറും മനുഷ്യനല്ലേ ഭ്രാന്തൻ. There you are. ഇതുവഴിയാവും പോയത്. Come on.
Thank you.